ബേബീസ് കരയുന്നതിന്റെ റീസൺ ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ്, ദിസ് ഇസ് ഡോക്ടർ ഷഹബാസ് ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. ഒന്നാമതായിട്ടുള്ള റീസൺ വിശപ്പാണ്. വിശന്ന് കഴിഞ്ഞാൽ കുട്ടികൾ എക്സ്പ്രസ് ചെയ്യുക കരഞ്ഞുകൊണ്ട് തന്നെയാണ്. നമ്പർ 2, വെറ്റ് ഡൈപ്പർ. ഡൈപ്പർ നനഞ്ഞിരിക്കുമ്പോഴുള്ള ഡിസ്കംഫർട്ട് കുട്ടികളെ കരയാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അതുവഴി മാതാപിതാക്കൾക്ക് അത് മാറ്റി കുട്ടികളെ കൂടുതൽ കംഫർട്ടബിൾ ആക്കാം. നമ്പർ 3, ഉറക്കം കിട്ടാനായിട്ട്. കുട്ടികളെ എസ്പെഷ്യലി കല്യാണം കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അവർ നല്ല ടയേർഡായിരിക്കും. അതിനുശേഷം അവരിൽ ഒരു കരച്ചിൽ അമ്മമാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ അവർ ടയേർഡാണ്, അവർക്ക് ഉറങ്ങണം. അതുവേണ്ടിയാണ് അവരിങ്ങനെ ചെയ്യുന്നത്. നമ്പർ 4, അറ്റൻഷന് വേണ്ടി കുട്ടികൾ കരയും. കംഫർട്ട്, സേഫ്റ്റി, അറ്റൻഷൻ ഇതൊക്കെ കുട്ടികൾക്ക് വളരെ ആവശ്യമുള്ള കാര്യമാണ്. സോ ചില സമയത്ത് അവർ കരയുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. നമ്പർ 5, ടെമ്പറേച്ചർ ഡിസ്കംഫർട്ട്. അതായത് കുട്ടികൾ അധികം ചൂടുള്ള എൻവയോൺമെന്റ് അല്ലെങ്കിൽ തണുത്ത എൻവയോൺമെന്റിലാണ് ഉള്ളതെങ്കിൽ അവരത് എക്സ്പ്രസ് ചെയ്യുക കരഞ്ഞുകൊണ്ടാണ്. നമ്പർ 6, GI ഡിസ്കംഫർട്ട്. അതായത് ഗ്യാസിന്റെ പ്രോബ്ലം, വയറുവേദന പോലുള്ളവ കൊണ്ട് കുട്ടികൾ കരയും. സാധാരണയായിട്ട് കുട്ടികളിൽ കാണുന്നതാണ് ചെവി വേദന. ഇതുകൊണ്ടാണ് നിർത്താതെ ചില കുട്ടികൾ